പാഠം 907. പ്രാർത്ഥിക്കാൻ ഓരോ കാരണങ്ങൾ. മലയാളികളുടെ കുറുക്കുവഴി ശീലം ശ്രദ്ധേയമാകുന്നു. ജീവിത വിജയത്തിനായി വിവിധ തരം കുറുക്കുവഴികൾ തേടി അലയുകയാണ് ആളുകൾ. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ലോട്ടറി, കുടുംബ മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാൻ മദ്യം, പിന്നെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഭക്തി. അമിത ലോട്ടറിയും അമിത മദ്യവും അമിത ഭക്തിയും ചേർന്ന് മലയാളികളെ നാശത്തിലേക്ക് നയിക്കുകയാണ്. ഏഴര കഴിഞ്ഞിട്ട് ഒരു ചായ പോലും കിട്ടുന്നില്ലല്ലോ. വലിയ കഷ്ടം തന്നെ. അമിതമായാൽ അമൃതം വിഷമാണെന്ന പ്രമാണം ആളുകൾ മറക്കരുതെന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. എന്തെടുക്ക എവിടെ? ആ മോഹനട്ടാ, മോഹനട്ട പറഞ്ഞ ആ സ്വാമി ഇല്ലേ, ആനന്ദന്റെ സ്വാമി, ഞാനിത് സ്വാമി വഴി വെച്ച് കണ്ടു. ഹോ, എന്തൊരു അറിവ് വിവരമാണെന്നറിയാമോ? ഞാൻ തർക്കിക്കാൻ നോക്കിയതൊക്കെ വെറുതെയായി. മോഹനട്ട പറഞ്ഞത് ശരിയാ, ആളൊരു മഹാപണ്ഡിതൻ തന്നെയാ. ഞാൻ ഒരാളെ പറ്റി വെറുതെ അങ്ങനെയൊന്നും പറയില്ല എന്ന് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ആനന്ദൻ സ്വാമി ഒരു മഹായോഗിയാണ്. ജീവിതത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ പറ്റി സ്വാമി ഒരുപാട് സംസാരിച്ചു. സത്യം പറയാലോ മോനട്ടാ, എനിക്കിതൊന്നും അറിഞ്ഞൂടായിരുന്നു. നാളെ മുതൽ ഞാൻ കാര്യമായിട്ട് പ്രാർത്ഥിക്കാൻ പോവാ. ദൈവത്തെ മറന്നു കളിച്ചാലേ ആ കളി അത്ര നന്നാവില്ല. പ്രാർത്ഥന ഒരു അനുഗ്രഹം തന്നെയാ. ഈശ്വര, അല്ലേ വേണ്ട, പ്രാർത്ഥിക്കട്ടെ. ഓ, നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. ഞാൻ സാറിനത് കാണാൻ വേണ്ടി വന്നതാ. സാറേ, ആ ശിവരാമന്റെ പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റ് എന്തായി എന്ന് സാറിനോടൊന്ന് ചോദിക്കാൻ അവൻ എന്റെ അടുത്ത് പറഞ്ഞു. എന്റെ റിപ്പോർട്ട് മെനിഞ്ഞാന്നേ ഞാൻ താലൂക്ക് ഓഫീസിലേക്ക് അയച്ചിട്ടു. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് താലൂക്ക് ഓഫീസിലാണ്. അവിടെ അന്വേഷിച്ചാൽ മതി പറഞ്ഞേക്ക്. അപ്പൊ ഇന്ന് തന്നെ അവന്റെ അടുത്ത് താലൂക്ക് ഓഫീസിലോട്ട് പോകാൻ പറയട്ടാ. ധൃതി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ഗസറ്റിൽ പരസ്യം ചെയ്ത് 1 മാസം കഴിഞ്ഞ് പരാതി ഒന്നും കിട്ടിയില്ലെങ്കിൽ മാത്രമേ അത് നടക്കൂ. ഓ ശരി സാറേ, അപ്പൊ എന്നാ ഞാൻ പോട്ടെ. അല്ല, വക്കീൽ ഇവിടെ ഇല്ലേ? കാണുന്നില്ലല്ലേ? വക്കീൽ ഇവിടെ ഇല്ലേ സാറേ? എന്ത് സാറേ? ഉത്തമ, ഓ, ചില കാര്യങ്ങൾ ചിലർക്ക് മനസ്സിലാകണമെങ്കിൽ ചില പ്രത്യേക ആൾക്കാർ പറയണം. എങ്ങനെ? ഉത്തമന് ഭാമയുടെ സ്വഭാവം അറിയാലോ. ഭയങ്കര അഹങ്കാരിയ. ദൈവത്തിന്റെയും പ്രാർത്ഥനയുടെ ഒക്കെ കാര്യം പറയുമ്പോ ആകെ ഒരു പുച്ഛം. ഞാൻ ഒരു ദിവസം കുറച്ചധികം അതേക്കുറിച്ച് സംസാരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്താൽ ഭയങ്കര കളിയാക്കാം. അല്ലെങ്കിലും സാറിന്റെ പ്രാർത്ഥന ഇത്തിരി കൂടുതലാണ്. പ്രാർത്ഥനയിൽ അങ്ങനെ കൂടുതലും കുറവൊന്നുമില്ല. ഭാമയ്ക്ക് വേണ്ടത്ര ഭക്തി ഇല്ലാത്തത് കൊണ്ടാണ് പല ദോഷങ്ങളും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാനൊരു വളഞ്ഞ വഴി പ്രയോഗിച്ചു. എന്ത് വഴി? നമ്മുടെ ആനന്ദസ്വാമിയില്ലേ, പുള്ളിക്കാരനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ആനന്ദസ്വാമിയോടോ?
നമ്മുടെ നാട്ടിൽ ഇത്രയും ദൈവാധീനമുള്ള വേറൊരാളില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ സാമിയുടെ വീട്ടിൽ ചെന്നപ്പോ ഭാമയുടെ സ്വഭാവത്തെ പറ്റി ഒന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നലെ വഴിയിൽ വെച്ച് സാമിയും ഭാമയും തമ്മിൽ കണ്ടു. നമുക്ക് ആരോഗ്യവും സൗഭാഗ്യവും ഉള്ളപ്പോ ഈശ്വരനെ നമ്മൾ ഓർക്കില്ല. എല്ലാം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്ന അഹങ്കാരമായിരിക്കും നമുക്ക്. പക്ഷേ ഈശ്വരനെ മറന്നുള്ള ആ കളി നല്ലതിനല്ല. അല്ല, ഞാനങ്ങനെ ഈശ്വരനെ മറന്നൊന്നും ചെയ്യാറില്ല സ്വാമി. സത്യഭാമയ്ക്ക് പ്രാർത്ഥനയിലൊന്നും വലിയ താല്പര്യമില്ല എന്ന് ഭുവനേശ്വരൻ പറഞ്ഞായിരുന്നു. അത് ശരിയല്ല. ഈശ്വര സാക്ഷാത്കാരമാണല്ലോ നമ്മുടെ ജീവിത ലക്ഷ്യം. അതിലേക്ക് പ്രാർത്ഥനയുടെ വഴി മാത്രമേ ഉള്ളൂ. മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ ഈശ്വരനിലേക്ക് ലയിക്കാൻ വേണ്ടിയാണ്. ചുറ്റുമുള്ള ദരിദ്രരായ മനുഷ്യരെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്പത്ത് കൊണ്ട് ഈശ്വരൻ നമ്മെ അനുഗ്രഹിച്ചു എന്നാണ്. അതിന് ഈശ്വരനോട് നന്ദി പറയണ്ടേ? രോഗികളെയും വികലാംഗരെയും കാണുമ്പോൾ ഈശ്വരൻ നമ്മോട് കാണിച്ച കരുതൽ ഓർമ്മ വേണം. അതിനും നമ്മൾ നന്ദി പറയണ്ടേ? ആരോഗ്യവും സൗന്ദര്യവും സമ്പത്തുമൊക്കെ ഈശ്വരൻ തന്നതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈശ്വരനെ ഭജിച്ചുകൊണ്ടേയിരിക്കണം. ജീവിതത്തിൽ നിന്നും പ്രാർത്ഥന ഒഴിവായാൽ പിന്നെ ജീവിച്ചിരുന്നിട്ടേ കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുമ്പോഴാണല്ലോ അവൾക്ക് പരിഹാസം. സാമി കാര്യങ്ങൾ പറഞ്ഞോടെ അവൾക്ക് ഭയങ്കര വിശ്വാസമായി. ഇന്നലെ രാത്രി സാമിയെ പറ്റി ഭാമ കുറേ പുകഴ്ത്തി പറഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി ഏറ്റുവെന്ന്. ഇന്നിപ്പോ രാവിലെ തന്നെ ഭാമ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. വക്കീല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പോരാ, ഉള്ളൊരുക്കി പ്രാർത്ഥന. ഒത്തു നോക്കിയോ, ഇനി ഭാമയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. പഴയ അഹങ്കാരവും ധിക്കാരവും ഒക്കെ മാറും. ദൈവം വിചാരിച്ച നടക്കാത്ത കാര്യമല്ലോ ഉണ്ടോ? മോഹനേട്ടാ, അതാ വിളിക്കുന്നു. ഭക്ത പ്രാർത്ഥനയിൽ നിന്ന് ഉണർന്നു തോന്നുന്നു. ഒത്തോമ്പിക്കോളൂ. ഒരാഴ്ചക്കുള്ളിൽ ഭാമ എത്രത്തോളം മാറിയിട്ടുണ്ടോ എന്ന് ഉത്തമന് മനസ്സിലാവും. ശരി സാറേ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങുന്നു. പ്രാർത്ഥിച്ചു പോയിക്കോളൂ. ഈശ്വരാ. മോഹനേട്ടാ, മോഹനേട്ടാ, ചായ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ. മോഹനന്റെ അടുത്ത് കുടിച്ചു കാണുന്ന ഞാൻ കരുതിയത്. നീ ചായ ഉണ്ടാക്കിയാലും ഞാൻ അറിഞ്ഞിരുന്നില്ല. രാവിലെ 7 മണി മുതൽ 7:30 വരെ പ്രാർത്ഥിക്കണമെന്നാണ് സ്വാമി പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ മോഹനയുടെ ചായ ചോദിച്ചാലോ എന്ന് കരുതി ഞാൻ ചായ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇത് തണുത്തു പോയല്ലോ. പിന്നെ തണുക്കാണ്ടിരിക്കോ? 7 മണിക്ക് മുന്നേ ഉണ്ടാക്കി വെച്ച ചായ 7:30 ആയിട്ടും ചൂടായിട്ട് ഇരിക്കില്ലല്ലോ മോഹനേട്ടാ. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രാർത്ഥിച്ചിട്ട് ചായ ഉണ്ടാക്കി മതിയായിരുന്നല്ലോ. അതെങ്ങനെയാ ശരിയാവുക? ഇനിയിപ്പോ 8 മുതൽ 8:30 വരെ മറ്റൊരു പ്രാർത്ഥനയുണ്ട്. സ്വാമി പറഞ്ഞതാണേ. അതിനിടയില് തുണി തേക്കണം. പിന്നെ ഇങ്ങനെയാ ഈ നേരത്തെ ചായ ഉണ്ടാക്കുക. അതുകൊണ്ട് ഞാൻ അപ്പോഴേ ചായ ഉണ്ടാക്കി വെച്ചത്. ഈശ്വര, ഭക്ത പിന്നെ എപ്പോഴെങ്കിലും കുടിച്ചോളൂ. ഈശ്വരന്മാരെ, ഈ 8 മുതൽ 8:30 വരെയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞില്ലേ, അതെന്ത് പ്രാർത്ഥനയാ? അതല്ലേ മോഹനട്ട രസം. നമ്മൾ ഇത്രയും നാളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നില്ലേ, അതൊന്നുമല്ല പ്രാർത്ഥന. ഒരു ദിവസത്തിന്റെ ഓരോ സമയത്തും നാം പ്രാർത്ഥിക്കുന്നതിന് വേറെ വേറെ ഫലങ്ങളാണ് ഉണ്ടാവണേ. രാവിലെ 7 മുതൽ 7:30 വരെ പ്രാർത്ഥിക്കുമ്പോ അറിവ്, വിവരം, ബുദ്ധി ഇവയൊക്കെയാണ് നമുക്ക് ലഭിക്കുക. പക്ഷെ തൊഴിൽ അഭിവൃദ്ധിയും ധനസമ്പാദനവും ഉണ്ടാവണമെങ്കിൽ 8 മുതൽ 8:30 വരെ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന്. 8 മണിയുടെ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുന്നേ ഈ ചുരിദാർ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ 8:30 പ്രാർത്ഥന തീരുമ്പോൾ തന്നെ എനിക്ക് ഡ്രസ്സ് മാറി അങ്ങ് പോവാലോ. എങ്ങോട്ട്?
9 മണിക്ക് ആനന്ദസ്വാമികളുടെ വീട്ടില് പ്രത്യേക പൂജയുണ്ടേ. 1 മണിക്കൂർ. എല്ലാ ദിവസവും പൂജയ്ക്ക് ചെന്നോളാന്നാണ് ഞാൻ ഏറ്റിരിക്കണേ. 9 മുതൽ 10 വരെയുള്ള പൂജയിൽ എനിക്ക് കൂടിയതിനു ശേഷം കൃത്യം 10:30 ആകുമ്പോഴേക്കും എനിക്ക് വക്കീൽ ഓഫീസിൽ എത്തുകയും ചെയ്യാലോ. അയ്യോ, ഞാനൊരു കാര്യം മറന്നു. നീ ഇങ്ങനെ നേരത്തെ പോയാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് ചെയ്യും? ഇവിടുത്തെ എന്ത് കാര്യമാണ് മോനട്ടാ? ഭക്ഷണം ഉണ്ടാക്കണ്ടേ, വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കണ്ടേ, തുണി അലക്കുകയും തേക്കൊക്കെ വേണ്ടേ? അയ്യോ, അതൊന്നും ഓർത്ത് മോഹനിട്ട് പേടിക്കണ്ട. എല്ലാറ്റിനും ഞാൻ പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് മോഹനിട്ടിടാനുള്ള ഷർട്ടും മുണ്ടും ഞാൻ ഇന്നലെ തേച്ചു വെച്ചതുകൊണ്ട് അതിന്റെ പേരിൽ ഇനി ഒന്നും പേടിക്കണ്ട. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം പോകുന്ന വഴി കൃഷ്ണൻകുടിയുടെ കടയിൽ നിന്ന് കഴിക്കാമല്ലോ. വീടും മുറ്റൊക്കെ വൃത്തിയാക്കാൻ ലീലം ചേച്ചിയോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ടേ. ഒരു ദിവസം 200 രൂപ കൊടുത്താൽ മതി. 200 രൂപയോ? 200 രൂപ ഒട്ടും കൂടുതലല്ല. ലീലാമ്മ ചേച്ചി വീട് വൃത്തിയാക്കാൻ വരുന്നോണ്ടാണല്ലോ എനിക്ക് പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റണത്. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നോണ്ട് എനിക്ക് മോഹനേട്ടന് നല്ലതല്ലേ വരുള്ളൂ. 200 രൂപയാണോ നമ്മുടെ ഭാവിയാണോ പ്രധാനം? പക്ഷേ അങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ പോയാ നമ്മുടെ കാര്യം കൂടെ നോക്കണ്ടേ? എന്താ മോഹനേട്ട ഇങ്ങനെ യുക്തിവാദികളെ പോലെ സംസാരിക്കണേ? നമ്മൾ നമ്മുടെ കാര്യം നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കാര്യം ആരാ നോക്കുക? നമ്മൾ ദൈവകാര്യങ്ങൾ നോക്കുന്നു, അതിന്റെ പ്രതിഫലമായി ദൈവം നമ്മുടെ കാര്യങ്ങളും നോക്കും. അങ്ങനെയല്ലേ? അതാരാണെന്ന് പോയി നോക്കുന്നേ. എനിക്ക് വിദ്യാലക്ഷ്മി എന്ന് വിളിക്കണം. ചെല്ലു. നമസ്കാരം സർ. നമസ്കാരം. എന്താ? മുറ്റമടിക്കാനും വീട് വൃത്തിയാക്കാനും ലീലാമ്മയോട് വരാൻ പറഞ്ഞിരുന്നു വക്കീല്. ഇന്ന് ലീലാമ്മയ്ക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വന്നതാ. ലീലാമ്മയെ വിളിക്കുമ്പോ ലീലാമ്മയല്ലേ വരേണ്ടത്? ഭാസ്കരന്റെ പോ. മുറ്റമടിക്കുന്ന കാര്യമൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ചെല്ലേ. ഓ. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ വിദ്യ? എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നോ? നിനക്കെന്റെ സ്വഭാവം അറിയാലോ. ഒരു കാര്യം ചെയ്യ്, 10:30 കാണാന്ന് പറയൂ. അത് നടക്കില്ല. ആനന്ദസ്വാമികളിൽ അവിടുത്തെ പ്രാർത്ഥന കഴിയുമ്പോ മണി 10 ആവും. നേരത്തെ ഇറങ്ങാനോ? നീ എന്താ വിദ്യ പറയണേ? ദൈവത്തോടാണോ നീ കളിക്കാൻ നോക്കണേ? വക്കീലന്മാരും ജഡ്ജിമാരും ഈ കോടതിയും ഒക്കെ ഉണ്ടാവുന്നതിന് മുന്നേ ഉണ്ടായത് ദൈവമല്ലേ? അത് നീ മറക്കല്ലേ വിദ്യ. ദൈവത്തിന് വേണമെങ്കിൽ കൊലപാതകവും മോഷണവും തട്ടിപ്പും ഒന്നുമില്ലാത്തൊരു ലോകം സൃഷ്ടിക്കാമായിരുന്നു. പക്ഷെ ദൈവം അത് ചെയ്തില്ല. അതുകൊണ്ടല്ലേ നമ്മൾ വക്കീലന്മാരെങ്ങനെ ജീവിച്ചു പോണത്. ആ നന്ദി നമ്മൾ ദൈവത്തോട് കാണിക്കണ്ടേ? ഒരു കാര്യം ചെയ്യൂ, സിദ്ധാർത്ഥൻ സാറിനോട് വേറെ വക്കീലിനെ അന്വേഷിക്കാൻ പറയും. തീർന്നില്ലേ നിന്റെ പ്രശ്നം? ശരി. എന്താ പ്രശ്നം? ഒന്നില്ല മോഹനട്ട, ഒരു കേസ്. അദ്ദേഹത്തിന് നാളെ രാവിലെ 10 മണിക്ക് മുന്നേ എന്നെ കാണണമെന്ന്. അതെങ്ങനെ സംഭവിക്കും? സ്വാമികളുടെ അടുത്തുനിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 10 മണി ആവുമല്ലോ. പക്ഷേ ഈ പ്രാർത്ഥനയുടെ പേരിൽ ജോലിയൊക്കെ മാറ്റി വെക്കുന്നത് ശരിയാവൂ? ഞാനും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ജോലി മാറ്റി വെക്കുന്ന പ്രാർത്ഥനയ്ക്കൊന്നും ഞാൻ പോവാറില്ല. അയ്യോ, അത് വലിയ തെറ്റാണ് മോഹനട്ടാ. മോഹനട്ടനെ വില്ലേജ് ഓഫീസറാക്കിയത് ആരാ? PSC ടെസ്റ്റ് എഴുതിയിട്ട് ദൈവമാണ്. ആ ദൈവത്തെ മറന്ന് വില്ലേജ് ഓഫീസിലെ ജോലിയാണ് വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ്ടാവുക? ഒരു നിമിഷം മതി ദൈവത്തിന് ആ ജോലി ഇല്ലാതാക്കാൻ. അതെ, ഈ സമയത്ത് ഓഫീസ് എന്നില്ലെങ്കിൽ തഹസിൽദാർ പ്രശ്നം ഉണ്ടാക്കില്ലേ? അപ്പൊ മോഹനട്ടൻ എന്താണ് പറഞ്ഞു വരണത്? ദൈവത്തിനെക്കാട്ടിലും വലിയ ആളാണ് തഹസിൽദാർ എന്നാണോ?
എന്റെ ഭഗവാനെ, എന്താ ഞാൻ പറയാ? ആ അവസ്ഥയിലെത്തിയോ? നീ ഇപ്പോ രാവിലെ 7 മുതൽ 7:30 വരെ പ്രാർത്ഥിച്ചായിരുന്നല്ലോ. ഉം. അതിന്റെ ആവശ്യമല്ലേ നമുക്കുള്ളൂ. ഒരുപാട് സമയം പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? ശ്ശേ, മോഹനേട്ടനെ പോലെ ഒരാൾ ഇങ്ങനെ പറയണത് വലിയ കഷ്ടാട്ടോ. മനുഷ്യ ജന്മത്തിന്റെ ശരിയായ ലക്ഷ്യം തന്നെ ഈശ്വരനെ ലയിക്കാന്നുള്ളതല്ലേ മോഹനേട്ട? അതിനിങ്ങനെ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഷ്ടം മോഹനേട്ട. എനിക്ക് ആഫീസിൽ പോണ്ടേ? ഇപ്പൊ തന്നെ വിശന്ന് തുടങ്ങി. ഭക്ഷണം കഴിക്കാൻ ഞാൻ എങ്ങനെ ആഫീസിൽ പോകും? മോഹനേട്ടൻ പോകുന്ന വഴി കൃഷ്ണൻകുട്ടിയുടെ കടയിൽ നിന്ന് കഴിക്കാലോ. പക്ഷെ നീ ഒന്നും ഉണ്ടാക്കില്ലെന്ന് കൃഷ്ണൻകുട്ടി വെച്ച് ഞാൻ എന്ത് പറയും? ഈ കൃഷ്ണൻകുട്ടി ആരാണ്? ഒരു ചായക്കടക്കാരൻ. നമ്മളും ദൈവവും തമ്മിലുള്ള കാര്യത്തിലേക്ക് ഒരു ചായക്കടക്കാരനെ വലിച്ചഴിക്കുന്ന എന്തിനാണ്? മോഹനേട്ടന് വിശന്ന് തുടങ്ങിയെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നേരെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിലേക്ക് പോകൂ. എന്റെ അടുത്ത പ്രാർത്ഥന 8 മുതൽ 8:30 വരെയാണ്. ആ സമയത്ത് മോഹനേട്ടൻ ഇവിടെ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പ്രാർത്ഥനയുടെ ഇടയിൽ ഒരു ചെറിയ ശല്യം പോലും ഉണ്ടാവരുത് എന്നാണ് സ്വാമികൾ പറഞ്ഞിരിക്കുന്നത്. വെളുക്കാൻ തേച്ചത് പണ്ടാരമായി. ഓമനക്കുട്ടൻ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ. ഈ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഒരുപാട് നേർച്ച കാഴ്ചകൾ ചെയ്യേണ്ടി വരും. ഏത് ക്ഷേത്രത്തിലാ സ്വാമി? ആ, ക്ഷേത്രത്തിലല്ല, നമ്മുടെ ഭവനത്തിൽ. അവിടെ നേർച്ച കാഴ്ചകൾ നടത്താനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. ഓ, കാശ് കുറച്ച് ചെലവാക്കേണ്ടി വരും എന്ന് മാത്രം. കാശ് ചെലവാക്കാൻ സ്വാമി. ഓ, എങ്കിൽ നാളെ രാവിലെ നമ്മുടെ ഭവനത്തിലേക്ക് വരൂ. ബാക്കി കാര്യമൊക്കെ ഞാൻ ഏറ്റു. ഓ, ശരി സ്വാമി. ഓ, ഓ, നമസ്കാരം. എങ്ങോട്ടാണ് മോഹനേട്ടൻ അത്ര രാവിലെ? കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ കയറി ചായ കുടിച്ചിട്ടുണ്ട് എനിക്ക് ആഫീസിലേക്ക് പോവാൻ. ആ, ചായ കുടിക്കാനാ? എന്ത് പറ്റി? മോഹനേട്ടന്റെ വീട്ടിൽ ചായ ഒന്നും ഉണ്ടാക്കാറില്ലേ? ഇന്നലെ വരെ ഉണ്ടായിരുന്നു. എന്നിട്ട് സാമയായിട്ട് മുടക്കിയല്ലോ. ഞാനെന്ത് ചെയ്യുന്ന? ഭാമയ്ക്ക് പ്രാർത്ഥനയിലൊന്നും വിശ്വാസമില്ല, വളരെ ചെറുതായിട്ടൊന്ന് ഉപദേശിക്കണമേ എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതെ. പക്ഷെ സ്വാമിയുടെ ഉപദേശം കുറച്ച് കൂടിപ്പോയി. ഇന്ന് നേരം വെളുത്ത മുതൽ ഭാമ പ്രാർത്ഥനയോട് പ്രാർത്ഥന. എന്റെ ഒരു കാര്യം നോക്കുന്നില്ല. ഇനിയിപ്പോ രാവിലെ സ്വാമിയുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വരുന്നതാണ് പറയുന്നത്. ഇത് കുറച്ച് കടുത്തുപോയി സ്വാമി. അല്ല, 24 മണിക്കൂറും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മനുഷ്യന്റെ വിശപ്പിനെന്തി? ജോലി ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ ജോലി അങ്ങ് പോയില്ലേ? അല്ല, സത്യത്തിൽ മോഹനേട്ടൻ എന്തോ തെറ്റിദ്ധാരണ പറ്റിയിരിക്കുകയാണ്. ഒരു തെറ്റിദ്ധാരണയില്ല. ഇന്നലെ സ്വാമി ഭാമയെ ഉപദേശിച്ചതിന് ശേഷമാണ് ഭാമയ്ക്ക് മാറ്റം ഉണ്ടായത്. അങ്ങനെ വരാൻ ഒരു വഴിയില്ലല്ലോ. അല്ല, ഇന്നലെ ഞാൻ സത്യഭാമയെ ഉപദേശിച്ചു എന്നുള്ളത് നേരാ. പക്ഷെ എന്റെ ഉപദേശമൊക്കെ കേട്ട് കഴിഞ്ഞ് സത്യഭാമ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ആരോഗ്യവും സമ്പത്തും സൗന്ദര്യവും എല്ലാം ഈശ്വരൻ തന്നെയാണ് തന്നതെന്ന് ഇരിക്കട്ടെ. അത് ഈശ്വരനെ ഭജിച്ചോണ്ടിരിക്കാൻ വേണ്ടി തന്നാണോ? അല്ല, ആരോഗ്യവും സമ്പത്തും ഉപയോഗിച്ച് അതില്ലാത്തവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണ്. അല്ല, ചുറ്റുമുള്ള ദരിദ്രരെ കാണുമ്പോ അവരെ സഹായിക്കാതെ ഇങ്ങനെ ഈശ്വരനെ ഭജിച്ചോണ്ടിരുന്നിട്ട് എന്താണ് കാര്യസ്വാമി? അത് സ്വാമി, എന്റെ കാഴ്ചപ്പാടിൽ കർമ്മമാണ് ഈശ്വരൻ. കർമ്മം ചെയ്യാൻ മടിയുള്ള കള്ളന്മാരാണ് മുഴുവൻ സമയം ഈശ്വരനെ ഭജിച്ചോണ്ടിരിക്കുന്നത്. അല്ല, ഈ മറ്റുള്ളവർക്ക് നല്ലത് വരണമെന്നുള്ള ഉദ്ദേശത്തോടെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോ അത് സൽക്കർമ്മമോ? സൽക്കർമ്മമാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. അല്ലാതെ രാവിലെ വൈകുന്നേരം കുത്തിയിരുന്ന് ഭജിച്ചതുകൊണ്ടേ പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല.
അങ്ങനെ പറഞ്ഞ സത്യഭാമയാണോ ഇന്ന് എന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരുന്നുവെന്ന് മോഹനകൃഷ്ണൻ പറഞ്ഞത്? മോഹനകൃഷ്ണന്റെ ഭാര്യയെ ഉപദേശിക്കാൻ എന്നെ കൊണ്ടാവൂല എന്ന് ഞാൻ തന്നോട് പറയാനിരിക്കുകയായിരുന്നു. അത്രയും ബുദ്ധിയും വിവരമുള്ള പെണ്ണിനോട് ഞാൻ എന്തു പറയാനാ? ഏ? ഭാമേ, അയ്യോ, ഏ? ഇത്രയും പെട്ടെന്ന് തിരിച്ചു പോന്നോ? ഇത് എന്തു പറ്റി? കൃഷ്ണൻകുട്ടിയുടെ കടയില്ലേ മോഹനേട്ടാ? നീ എന്താ ആളെ കളിയാക്കിയാണ്? എനിക്കും മനസ്സിലായില്ല. ഞാൻ സ്വാമിയെ കണ്ടു. നീ എന്നെ പൊട്ടം കളിപ്പിക്കായിരുന്നല്ലേ? അങ്ങനെയല്ല. എങ്ങനെയല്ല? ഇതൊന്നല്ലോ യഥാർത്ഥ പ്രശ്നം. സ്വാമി പറഞ്ഞതുപോലെ മുഴുവൻ സമയം പ്രാർത്ഥിക്കണോ വേണ്ടേ എന്നുള്ളതല്ലേ? ഒരാള് പ്രാർത്ഥന അങ്ങ് തൊഴിലാക്കിയാൽ എന്താ ഉണ്ടാവുക എന്ന് മോഹനേട്ടനൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത്. മോഹനേട്ടൻ ഈ നാട്ടുകാരുടെ മുഴുവനും പ്രിയപ്പെട്ട വില്ലേജ് ഓഫീസറായത് പ്രാർത്ഥിച്ചതുകൊണ്ടാണോ? അല്ലല്ലോ, സത്യസന്ധമായി ജോലി ചെയ്തിട്ടല്ലേ? സത്യസന്ധമായി ജീവിക്കുന്ന മനുഷ്യരെ അവർ പ്രാർത്ഥിച്ചില്ല എന്നതിന്റെ പേരിൽ ദൈവം ഉപദ്രവിക്കും മോനേട്ടാ? അങ്ങനെയാണെങ്കിൽ പിന്നെ അത് എന്ത് ദൈവമാണ്? അതൊക്കെ ശരിയാ. ആ, പക്ഷെ കുറച്ച് പ്രാർത്ഥിക്കുന്നല്ല. അതിനെന്താ മോഹനേട്ടൻ പ്രാർത്ഥിച്ചോ? ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന് മോഹനേട്ടൻ ആ സ്വാമികളോട് പറഞ്ഞില്ലായിരുന്നു? അതിനുള്ളൊരു ചെറിയ പ്രതികാരമായിരുന്നു ഇത്. ഇനി ഞാൻ നല്ലൊരു ചായ എടുത്തു തന്നാലോ? അത് കുടിക്കുമ്പോഴേക്കും ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. ഓക്കെ? അടുപ്പത്തിനോട് ചായ എടുത്തോളൂ. ആയിക്കോട്ടെ. പ്രാർത്ഥിക്കുന്നവരെക്കാൾ പ്രവർത്തിക്കുന്നവരെയാണ് ദൈവത്തിന് കൂടുതൽ പ്രിയമെന്ന് ബുദ്ധിയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം ഇനിയെങ്കിലും വില്ലേജ് ഓഫീസർക്ക് ബോധ്യമാവുമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.